നമസ്കാരം ബാലകൃഷ്ണ. നമ്മുടെ കൽക്കട്ടയിൽ നിന്ന് വരുമ്പോഴേ നീ ഉൽപ്പന്നങ്ങളൊന്നും കൊണ്ടുവരണ്ട. നമുക്ക് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും അതേപോലെ മിക്സിയും ബെഡും ഫർണിച്ചറും ഒക്കെ വിലക്കുറവ് കിട്ടുന്നൊരു സ്ഥാപനം ഉണ്ടെന്ന്. നമ്മുടെ കല്ലറ പെരിയാർകുളം റോഡില്ലേ, അവിടെ വൈറ്റ് മാർട്ട്, നമ്മുടെ പള്ളിക്കത്തോടും ആ സ്ഥാപനമുണ്ട്. അത് 8 വർഷമായി തുടങ്ങിയിട്ട്. ഇവിടെ നല്ല വിലക്കുറവാണ്. അപ്പോൾ നീ കൽക്കട്ടയിൽ നിന്ന് വരുമ്പോഴേ നേരെ പോന്നാൽ മതി. കാര്യങ്ങൾ മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിലേ ഞാൻ നമ്മുടെ ലൈവ് ടിവിയുടെ ഇൻ്റർമീഡിയറ്റ് ടീമിൻ്റെ ചോയ്സ് ഓഫ് കേരള എന്നൊരു പ്രോഗ്രാം ഉണ്ട്, അതങ്ങോട്ട് ഇട്ട് തരാം. ഭയങ്കര വിലക്കുറവാണ്. നീ ഒന്ന് കണ്ടു നോക്ക്. അപ്പം നമുക്കൊന്ന് കാണാം. കമാൺ. അപ്പോൾ വൈറ്റ് മാർട്ടിൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട പ്രവീൺ സാറാണ് അപ്പോൾ ഉള്ളത്. സാറേ നമസ്കാരമുണ്ടേ. നമസ്തേ. 8 വർഷത്തെ സേവന പാരമ്പര്യം. അതെ, അതാണ് നമ്മുടെ ഒരു വിജയ രഹസ്യം. അതേക്കുറിച്ച് തുടക്കത്തെക്കുറിച്ച്. പക്ഷേ വൈറ്റ് മാർട്ട് കഴിഞ്ഞ 20 വർഷക്കാലമായി നമ്മുടെ കേരള മാർക്കറ്റിൽ നമ്പർ 1 ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യാപാര ശൃംഖലയാണ്. അത് ശരി. അതിൻ്റെ 8 വർഷമായിട്ട് അതിൻ്റെ ഭാഗമായി പള്ളിക്കത്തോടൊരു പ്രസ്ഥാനം നമ്മൾ ആരംഭിച്ചു. പള്ളിക്കത്തോട് എവിടെയാണ്? പള്ളിക്കത്തോട് പഞ്ചായത്തിന് നേരെ എതിർവശം. അത് ശരി. അത് ആരംഭിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ എൻ്റെ നാടായ കല്ലറയിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി കല്ലറ എൻ്റെ 2ാമത്തെ ഷോപ്പും ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം 2 ഷോപ്പും വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു. വൈറ്റ് മാർട്ടിൻ്റെ 160ഓളം ഫ്രാഞ്ചൈസികളുടെ 2 ഫ്രാഞ്ചൈസിയായിട്ട് ഏറ്റവും കുറഞ്ഞ വിലയിലും ഏറ്റവും നല്ല ഗുണനിലവാരത്തിലും ഏറ്റവും നല്ല ആഫ്റ്റർ സേവനത്തിലും ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതാണ് ഞാൻ എൻ്റെ സുഹൃത്തിനെ കൽക്കട്ടയിൽ വിളിച്ചു പറഞ്ഞു, അവിടെ സാധനം ഒന്നും കൊണ്ടുവരണ്ട, ഇവിടെ എല്ലാം വിലക്കുറവാണെന്ന് പറഞ്ഞു. അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അതായത് വിൽപ്പനാനന്തര സേവനം. ഇപ്പോൾ ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ സർവീസ് നമ്മൾ വളരെ നല്ല രീതിയിലാണ് കൊടുക്കുന്നത്. അതൊരു പ്രധാന കാര്യമാണ്. അത് വളരെ പ്രധാനം കൊടുക്കുന്നത്. നമുക്ക് എന്തൊക്കെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളാണ് ഉള്ളത്? നമുക്കിപ്പോൾ ഹോം അപ്ലയൻസിൻ്റെ എല്ലാം ഉണ്ട്. ബ്രാൻഡായ LG, സാംസങ്, വേൾപൂൾ, ഗോദ്രേജ്, IFB, ബോഷ്, അങ്ങനെ എല്ലാ കമ്പനിയുടെ സാധനങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മളുടെ 2 ഷോപ്പിലും ഫർണിച്ചറും ചെയ്യുന്നുണ്ട്. ഇപ്പം മാട്രസ് ആണെങ്കിൽ കൊയറോൺ മാട്രസ് ചെയ്യുന്നുണ്ട്, കോർണർ സെറ്റുകൾ, സ്റ്റീൽ അലമാരകൾ, വാൾറോപ്പ് അലമാരകൾ, ഡൈനിങ് ടേബിള്, കോട്ടൺ, അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സാധാരണ പറഞ്ഞാൽ ഉപ്പ് മുതൽ എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഒരു ഷോപ്പിൽ നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ. അതെ, അതാണ് മുഖമുദ്ര. അതേപോലെ തന്നെ EMI സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട്. നമുക്ക് എല്ലാ പ്രൊഡക്റ്റുകളും ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ബജാജ് ഫിൻസർ കോപ്പറേറ്റീവ് നമുക്ക് EMI ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഡൗൺ പേയ്മെൻറ്റ് വളരെ കുറച്ചും EMI വളരെ കൂട്ടിയൊക്കെ നമുക്ക് എങ്ങനെ വേണം നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ സ്കീമുകളും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടൈപ്പാണ് നമുക്കുള്ളത്? തടിയുടെ ഉണ്ട്, ഇരുമ്പിൻ്റെ ഉണ്ട്, പിന്നെ വാൾറോപ്പ് പോലെ ഐറ്റംസ് ഉണ്ട്, കോർണർ സെറ്റുകളുണ്ട്. ശരി. കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന എല്ലാം നമുക്ക് കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ വീടുകളിൽ പോയി നമ്മൾ മെഷർമെന്റ് എടുത്തിട്ട് അവരുടെ അനുയോജ്യമായി നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അത് ശരി. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഏറ്റവും മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ആഫ്റ്റർ സർവീസ്. കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞത് വൈറ്റ് മാർട്ടിൻ്റെ ഒരു മുഖമുദ്രയാണ്. അതെ, ആഫ്റ്റർ സർവീസ്, വിൽപ്പനാനന്തര സേവനം. കാരണം വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ കസ്റ്റമറെ കൈയൊഴിയുന്നില്ല. ആ പ്രൊഡക്റ്റ് ഉള്ളെങ്കിലും നമ്മുടെ നിന്ന് എടുക്കാത്ത പ്രൊഡക്റ്റിനോട് നമ്മൾ നല്ല സേവനം അവർക്ക് കൊടുക്കും. കസ്റ്റമറാണ് രാജാവാണ് നമുക്ക് ഏറ്റവും വലുത്. അതേപോലെ തന്നെ പണ്ടത്തെ ബാർട്ടർ സിസ്റ്റം പോലെ എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം. നമ്മുടെ ഇത് പ്രത്യേകത, അതാണ് വിജയ രഹസ്യം. അതെ, എന്തിനോട് എക്സ്ചേഞ്ച്. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ആയിട്ട് എന്ത് സാധനം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ സാധനം എടുക്കാൻ വേണ്ടി സാധിക്കും. അത് ശരി. അത് മൊട്ട സ്വിച്ച് മുതൽ ഏറ്റവും വലിയ ഫ്രിഡ്ജോ LED TV വരെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അല്ല, ഏത് കമ്പനിയുടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ, അംബിഷൻ എന്തൊക്കെയാണ്? അതിപ്പോൾ നമ്മൾ 2 ഷോപ്പായി, 2 ഷോപ്പ് നല്ല രീതിയിൽ പ്രവർത്തിക്കുക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ പുറത്തൊക്കെ തുടങ്ങേണ്ടത് ഞാൻ ആശംസിക്കുന്നു. കേരളത്തിൽ മൊത്തം 160 ഷോപ്പ് വൈറ്റ് മാർട്ടിനുണ്ട്. 2 ഷോപ്പാണ് നമുക്കുള്ളത്, പള്ളിക്കത്തോടും കല്ലറയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെയിൻ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ആനുകൂല്യം നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ശരി. അതേപോലെ നമ്മൾ ഈ മിക്സി, വാഷിംഗ് മെഷീനും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇത്രയും വർഷത്തെ സേവന പാരമ്പര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ പരിചയം ഉണ്ടല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെയല്ല, ബ്രാൻഡിന് പ്രാധാന്യം കൊടുക്കണം. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നമുക്ക് കിട്ടാമെന്ന് വെച്ചാൽ നല്ല ഉൽപ്പന്നം തന്നെ തിരഞ്ഞെടുക്കണം. അതിനകത്ത് അതിൻ്റെ ഫീച്ചേഴ്സ് കടയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഉചിതമായി അത് തിരഞ്ഞെടുക്കണം. ശരി. ബ്രാൻഡിന് ഇപ്പോൾ വില കുറവിൻ്റെ പുറകെ ഓടിക്കഴിയുമ്പോഴായിരിക്കും പലർക്കും പ്രശ്നങ്ങൾ വരുന്നത്. അത് വെറും പരസ്യത്തിന് വേണ്ടി മാത്രം ചെയ്യും. നമ്മൾ മലയാളികളുടെ ഒരു പൊതു സ്വഭാവം, നമ്മുടെയൊക്കെ ഒരു സ്വഭാവം അങ്ങനെയാണ്. വിലക്കുറവ് എവിടെയാണോ അവിടെ അങ്ങോട്ട് ഓടും. ആ ഓട്ടാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒരു വർഷം കഴിയുമ്പോൾ അത് അതിൻ്റെ തീരും. അപ്പം നമ്മൾ നല്ല സാധനം സെലക്ട് ചെയ്ത് ഗുണനിലവാരമുള്ള സാധനമാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. നമ്മളുടെ പ്രത്യേകത ആണ്, നമ്മൾ ആ വില കുറവിൻ്റെ പ്രശ്നമല്ല, നമ്മൾ ഗുണനിലവാരമുള്ള സാധനം ഏറ്റവും കുറഞ്ഞ വിലയിൽ കസ്റ്റമർ കൊടുക്കുക. ശരി.
അല്ല വൈറ്റ് മാർട്ടിൽ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉള്ളത് അല്ലേ? നമ്മളുടെ സ്റ്റാഫുകളാണ്, ട്രെയിൻഡ് സ്റ്റാഫുകളാണ്. അപ്പോൾ അവർക്ക് ഒരു ഉൽപ്പന്നങ്ങളെ പറ്റി ഫീച്ചർ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. അത് കസ്റ്റമർ കൊടുക്കാൻ പറ്റുന്ന ഗുണമാണ്. അവൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഉൽപ്പന്നം കൊടുക്കാൻ സാധിക്കും. അത് ശരി. അപ്പോൾ എന്തായാലും വൈറ്റ് മാർട്ടിൻ്റെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഉത്സവകാലത്ത് ഓഫറുകളൊക്കെ ഉണ്ട് അങ്ങനെ? തീർച്ചയായിട്ടും ഓണം പ്രമാണിച്ച് ഓണത്തിന് നമുക്ക് പ്രത്യേക ഓഫറുകളുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ സീസണിലും ഓഫറുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ശരി സാർ, ഓക്കെ. നമ്മുടെ സുഹൃത്ത് വിളിക്കുന്നു. ബാലകൃഷ്ണ, ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായല്ലോ. വൈറ്റ് മാർട്ടേ അടിപൊളിയാന്നേ. നീ നേരെ ഇങ്ങ് പോട്ടെ. ഇങ്ങോട്ട് പോരുന്നേ, കുഴപ്പമില്ല. എന്നാൽ ശരി, വീണ്ടും കാണാം. ബൈ.